ഡെറിവേഷൻസ്, അത് കോളം ബെൻഡിങ് ബക്ലിംഗ് വരുന്ന ഡെറിവേഷൻ, 2 ഡെറിവേഷൻ എന്തല്ല 4 ഡെറിവേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഒരു ഡെറിവേഷൻ പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി 3 ടോപ്പിക്കും 3 ഇക്വേഷനും ഡിറൈവ് ചെയ്തു. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും പ്രസന്റേഷൻ കാണാണ്ടല്ലോ അല്ലേ? പ്രസന്റേഷൻ കാണാനില്ലെങ്കിൽ കാണുന്നില്ല എന്ന് എനിക്ക് പറഞ്ഞോളാം. അപ്പോൾ ഞാൻ കാണുന്നുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രസന്റേഷൻ കുഴപ്പമൊന്നുമില്ലല്ലോ? യെസ് ഓർ നോ? കാണുന്നുണ്ടോ കാണുന്നില്ലേ? നോ, കാണുന്നില്ല. ഓക്കെ, ഐ വിൽ ഡു വൺസ് അഗെയിൻ. ഇപ്പൊ കാണുന്നുണ്ടോ? PPT അല്ല, മീൻസ് ഒരു വിൻഡോ കാണാല്ലേ? ഓക്കെ ഓക്കെ. ആരെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ടൊരു പറയും, നിങ്ങളുടെ വോയിസ് കേൾക്കാന്നുണ്ടോ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ആരെങ്കിലും ജസ്റ്റ് ഹലോ എന്ന് എന്തെങ്കിലും പറഞ്ഞാൽ മതി. ഹലോ, ഓക്കെ കേൾക്കില്ലേ സാർ? ഓക്കെ, കേൾക്കാണ്ട്. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും മിസ് ആകുമ്പോൾ മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തു ഒരു ഓയിലേഴ്സ് ഫോർമുല, യൂളേഴ്സ് ഫോർമുല എന്ന് പറയുന്ന ബെൻഡിങ്ങിന്റെ ഇക്വേഷൻ, ബെൻഡിങ്ങിന്റെ അല്ല ശരിക്ക് ലോഡിന്റെ ഇക്വേഷൻ, P ഈക്വൽ ടു, നമ്മൾ എപ്പോഴും പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻ ആണ്. P ഈക്വൽ ടു പൈ സ്ക്വയർ EI ഡിവൈഡഡ് ബൈ L സ്ക്വയർ. ഇതാണ് നമ്മുടെ ബക്ലിംഗ് ഇക്വേഷൻ കൊണ്ട് നമുക്ക് 4 കേസുകൾ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ തന്നെ 4 ഡിഫറെന്റ് കേസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ബോത്ത് എൻഡ് ഹിഞ്ച്ഡ്, ബോത്ത് എൻഡ് ഫിക്സ്ഡ്, 1 end ഫ്രീ, 1 end ഫിക്സ്ഡ്, 1 end ഹിഞ്ച്ഡ് ആൻഡ് 1 end ഫിക്സ്ഡ്. അങ്ങനെ 4 ഡിഫറെന്റ് കേസുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ കേസ് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഈ ഡിനോമിനേറ്ററിൽ വരുന്ന ലെങ്ത്തിനെ നമ്മൾ ഇക്വലന്റ് ലെങ്ത് എന്ന് പറയും. ഇപ്പോൾ പൈ സ്ക്വയർ EI ബൈ L സ്ക്വയറിലെ ഈ എല്ലിനെ നമ്മൾ പറയുന്ന പേരാണ് ഇക്വലന്റ് ലെങ്ത് എന്ന് പറയുന്നത്. ഈ എല്ലിന്റെ വാല്യൂ മാത്രമാണ് ഈ 4 കേസിലും നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ ആദ്യത്തെ നമ്മൾ ഫസ്റ്റ് കേസ് പഠിച്ചത് ബോത്ത് എൻഡ് ഹിഞ്ച്ഡ് എന്നുള്ള കേസായിരുന്നു. അതിന്റെ തന്നെ ഇക്വേഷൻ ആണ് പൈ സ്ക്വയർ EI ബൈ L സ്ക്വയർ. ഓക്കെ, നമ്മൾ അങ്ങനെ പഠിക്കേണ്ട. പൈ സ്ക്വയർ EI ബൈ ക്യാപിറ്റൽ L സ്ക്വയർ എന്ന് വേണമെങ്കിൽ പഠിക്കാം. പൈ സ്ക്വയർ EI ബൈ ക്യാപിറ്റൽ L സ്ക്വയർ. ഫോർ ബോത്ത് ആൻഡ് ഹിഞ്ച്ഡ് കേസിൽ ക്യാപിറ്റൽ എല്ലിന്റെ വാല്യൂ സ്മോൾ എല്ലിൽ തന്നെയായിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ അടുത്തൊരു കേസ് പഠിച്ചു ബോത്ത് എൻഡ് അല്ല 1 end ഫ്രീ 1 end ഫിക്സ്ഡ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചായിരുന്നു. സെക്കൻഡ് കേസ് ആയിട്ട് പഠിച്ചത് 1 end ഫ്രീ 1 end ഫിക്സ്ഡ്. ബോത്ത് എൻഡ് ഹിഞ്ച്ഡ് ആയപ്പോൾ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്തപ്പോൾ ഇനീഷ്യലി സ്ട്രെയിറ്റ് ആയിരുന്ന നമ്മുടെ റോഡ് ആഫ്റ്റർ ദ അപ്ലിക്കേഷൻ ഓഫ് ലോഡ് ഇറ്റ് വിൽ ഓൾമോസ്റ്റ് ഈക്വൽ ടു ഒരു ഹാഫ് സർക്കിളിന്റെ പോർഷനിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു കറക്റ്റ് സെന്ററിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ആണ് നമുക്ക് സെക്കൻഡ് കേസ് ആയിട്ടുള്ള 1 end ഫിക്സ്ഡ്, അടിയിൽ നിലത്ത് ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ബീമിനെ മുകളിൽ നിന്ന് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ഭാഗം അത്ര ഫ്രീ ആയിട്ട് വളയില്ല, ബാക്കിയുള്ള പോർഷൻ മാത്രമേ വളയുള്ളൂ. അപ്പൊ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ഷേപ്പ് ഇങ്ങനെയായിരിക്കും. നേരത്തെ നമുക്കൊരു ഹാഫ് സർക്കിൾ കിട്ടിയെങ്കിൽ ഇവിടെ ഒരു ക്വാർട്ടർ സർക്കിൾ കിട്ടുള്ളൂ. അപ്പൊ ഇത് ഹാഫ് സർക്കിൾ ആക്കാൻ വേണ്ടി താഴെ ഒരു സർക്കിൾ വേണ്ടി വരച്ചെടുക്കണ്ടേ? അപ്പൊ ഓൾറെഡി ഇനീഷ്യലി ബീമിന് ലെങ്ത് L ആണെങ്കിൽ നമ്മുടെ ഈ കേസിലെ ലെങ്ത്തിന്റെ വാല്യൂ L ഈക്വൽ ടു 2L ആയിരിക്കും. കമ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടി പറയുന്നത് മാത്രം, പെട്ടെന്ന് ഓർമ്മ വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് 1 end ഫിക്സ്ഡ്, ഒരു എൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നു, ഒരു എൻഡ് ഫ്രീ, അങ്ങനത്തെ കേസ് വന്നാൽ നമ്മൾ എല്ലിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് പൈ സ്ക്വയർ EI ബൈ L സ്ക്വയർ എന്നുള്ള ഈ ഇക്വേഷനിൽ എല്ലിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 2L വെച്ചിട്ടായിരിക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു കേസ് പഠിച്ചിട്ടുണ്ടായിരുന്നത് ബോത്ത് എൻഡ് ഫിക്സ്ഡ് ആയിരുന്നു. അതായത് ഒരു ബീമിന്റെ 2 എൻഡും ഫിക്സ് ചെയ്തിരിക്കുന്ന കേസ്. ഇപ്പൊ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്ത് കംപ്രസ് ചെയ്താൽ ഈ ഫിക്സ് ചെയ്തിരിക്കുന്ന പോർഷൻ ഞാൻ പറഞ്ഞു അധികം റിഫോർമേഷൻ വരില്ല. ഇനീഷ്യലി ഇറ്റ് വിൽ റിമെയിൻസ് എസ് എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ സ്റ്റാർട്ട് ബക്ലിംഗ്. വീണ്ടും തിരിച്ച് ഫിക്സിങ്ങിന്റെ അവിടേക്ക് വരുമ്പോൾ അത് വീണ്ടും സ്ട്രെയിറ്റ് ലൈൻ പോലെയായിട്ട് റിമെയിൻ ചെയ്യും. അപ്പൊ നമുക്കുള്ള സെമി സർക്കിൾ, നമുക്കിവിടെ ഇനീഷ്യൽ കേസിലൂടെ സെമി സർക്കിൾ കിട്ടിയത്, ആ സെമി സർക്കിൾ നമുക്ക് ഇതിന്റെ ടോട്ടൽ ലെങ്ത്തിന്റെ പകുതിയിൽ തന്നെ നമുക്ക് കിട്ടും. ടോട്ടൽ ലെങ്ത്തിന്റെ പകുതിയിൽ തന്നെ നമുക്ക് ആ സെമി സർക്കിൾ കിട്ടും. അപ്പോൾ ബോത്ത് എൻഡ് ഫിക്സ്ഡ് ഉള്ള കേസ് വരുമ്പോൾ എല്ലിന്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് L/2 ആയിരിക്കും. പിന്നെ മൂന്നാമത്തെ കേസും കൂടി ഉണ്ടായിരുന്നു, ഇതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ അതായത് 1 end ഫിക്സ്ഡ് 1 end ഹിഞ്ച്ഡ്. അതായത് ഫസ്റ്റ് കേസിന്റെയും തേർഡ് കേസിന്റെയും കോമ്പിനേഷൻ.
ഫസ്റ്റ് കേസിൽ നമ്മൾ L എന്ന് എടുത്തു, ഇതിന്റെ പകുതി എന്ന് പറയുന്നത് L/2 ആയിരിക്കും. സെക്കൻഡ് കേസിൽ L/2 എടുത്തു, അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ L/4 ആയിരിക്കും. L/2 plus L/4 L/2 plus L/4 എന്ന് പറഞ്ഞാൽ 3/4 L. കറക്റ്റ് ആയിട്ട് എഴുതാണെങ്കിൽ L/√2 എന്നുള്ള വാല്യൂയിലേക്കാണ് നമുക്ക് ഫോർത്ത് കേസ് വരാം. ഫോർത്ത് കേസ് എന്ന് പറയുന്നത് പകുതി, അതായത് പകുതി ഹിഞ്ച്ഡ്, പകുതി ഫിക്സ്ഡ്, 1 end ഫിക്സ്ഡ് 1 end ഹിഞ്ച്ഡ്. അങ്ങനെ 4 കേസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് π²A/L². P എന്ന് പറയുന്നത് എന്തായിരുന്നു? ക്രിപ്പിംഗ് ലോഡ് അല്ലെങ്കിൽ ബക്ലിംഗ് ലോഡ് എന്ന് പറയുന്ന π²EI divided by L², where L is the equivalent length. ഓരോ ബീമിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് L-ന്റെ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ E is the Young's modulus, I is the moment of inertia, L is the equivalent length. ഇനി നമുക്ക് അതിന്റെ റിലേറ്റഡ് ആയിട്ട് 1-2 പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അപ്പൊ പഴയ പോലെ തന്നെ നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് ചിലപ്പോൾ C സെക്ഷനും ചിലപ്പോൾ T സെക്ഷനും ഒക്കെ വരും. അതിന്റെ എല്ലാം മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ നമുക്ക് വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്നുള്ള നെക്സ്റ്റ് ഇയർ മെക്കാനിക്സ് പഠിച്ചാണ് ത്രൂ ഔട്ട് ഇനി യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ S7 മെഷീൻ ഡിസൈൻ പഠിക്കണം, അപ്പോഴും നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ടേമാണ്. സോ വിൽ ഗോ ടു അവർ ഫസ്റ്റ് പ്രോബ്ലം. ഡിറ്റർമിൻ ദ ബക്ലിംഗ് ലോഡ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡിറ്റർമിൻ ദ ബക്ലിംഗ് ലോഡ്. ക്യാപിറ്റൽ P-യുടെ വാല്യൂ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ക്യാപിറ്റൽ P-യുടെ വാല്യൂ ചോദിച്ചിരിക്കുന്നത് ഫോർ എ സ്ട്രട്ട്. ഓക്കെ, നമുക്ക് സ്ട്രട്ട് എന്താ കോളം എന്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇക്വേഷനിൽ വ്യത്യാസമൊന്നുമില്ല. സ്ട്രട്ടും കോളം നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. സ്ട്രട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാരി ചെയ്യുന്ന ലോഡ് വെർട്ടിക്കൽ ആയിരിക്കില്ല. ക്യാരി ചെയ്യുന്ന ലോഡ് ഇറ്റ് വിൽ ബി ഐദർ ഹൊറിസോണ്ടൽ ഓർ ഇൻക്ലൈൻഡ്. അതർ ദാൻ വെർട്ടിക്കൽ വന്നാൽ വി വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് എ സ്ട്രട്ട്. ഓക്കെ, ഓഫ് T സെക്ഷൻ. നമ്മുടെ ക്രോസ് സെക്ഷൻ എന്താ പറഞ്ഞിട്ടുണ്ട്? ഇറ്റ്സ് T സെക്ഷൻ. ക്രോസ് സെക്ഷന്റെ ഷേപ്പ് T സെക്ഷൻ ആ പറഞ്ഞിട്ടുണ്ട്. ദി ഫ്ലാഞ്ച് വിഡ്ത്ത്. ഫ്ലാഞ്ച് എന്താ വെബ് എന്താന്നൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു I സെക്ഷൻ T സെക്ഷൻ 2 സെക്ഷൻ നമുക്ക് പഠിക്കാറുള്ളത്. അതിൽ ഫ്ലാഞ്ചും ഉണ്ട് വെബും ഉണ്ട്. ഓക്കെ, ഈ സെക്ഷനെയാണ് നമ്മൾ വെബ് എന്ന് പറയുക. ടോപ്പിലും ബോട്ടത്തിലും വരുന്നതിനെയാണ് നമ്മൾ ഫ്ലാഞ്ച് എന്ന് പറയുക. കാരണം ഇതിൽ ഫിഗർ തന്നിട്ടില്ല, തന്നിരിക്കുന്ന ഡാറ്റ വെച്ച് നമുക്ക് ഫിഗർ വരയ്ക്കേണ്ടി വരും. അപ്പോൾ തന്നിരിക്കുന്നത് ഫ്ലാഞ്ച് വിഡ്ത്ത് ബീയിങ് 10 mm. ഫ്ലാഞ്ചിന്റെ വിഡ്ത്ത് 10 mm ആണ്. ഓവറോൾ ഡെപ്ത് 80 mm ആണ്. ബോത്ത് ഫ്ലാഞ്ച് ആൻഡ് സ്റ്റെം 10 mm തിക്നെസ്. ചിലപ്പോൾ ചെറിയ ഡാറ്റ മിസ്സിംഗ് ഉണ്ടായിരിക്കും. ഫ്ലാഞ്ച് വിഡ്ത്ത് മിക്കവാറും 100 mm ആയിരിക്കും. അതുകൊണ്ട് കാരണം 10 mm തിക്നെസ് ഉള്ളിടത്ത് 10 mm വിഡ്ത്ത് വരില്ലല്ലോ. അപ്പൊ അങ്ങനെ ചെറിയ ഡാറ്റ മിസ്സിങ്ങുള്ള ക്വസ്റ്റ്യനിൽ വരും. അപ്പൊ നമുക്ക് അസ്യൂം ചെയ്തിട്ട് ഫില്ല് ചെയ്യണമെങ്കിൽ ഇതേ മോഡൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് ഓർമ്മ വരണം. അപ്പൊ ഫ്ലാഞ്ച് വിഡ്ത്ത് എന്ന് പറഞ്ഞതാണ് ഫ്ലാഞ്ച്. ഇതിന്റെ വിഡ്ത്ത് പറഞ്ഞതായിരിക്കും ഫ്ലാഞ്ചിന്റെ വിഡ്ത്ത്. അപ്പൊ അത് നമുക്ക് 10 കൊടുത്താൽ റെഡി ആവില്ല. ഇറ്റ് വിൽ ബി അറൌണ്ട് 80 70 അല്ലെങ്കിൽ 60 വരുന്ന മോഡലിൽ അറിഞ്ഞിരിക്കും. എന്തായാലും 10 എന്ന് പറഞ്ഞാൽ ഇതിന്റെ തിക്നെസ് ആണ് അവർ പറഞ്ഞത്. സെക്കൻഡ് കേസിൽ പറഞ്ഞിട്ടുണ്ട് ബോത്ത് ഫ്ലാഞ്ച് ആൻഡ് സ്റ്റെം 10 mm തിക്ക്. അപ്പോൾ സ്റ്റെമ്മിന്റെ, അതായത് സ്റ്റെം എന്ന് പറയുന്നത് വെബിന്റെ തിക്നെസ് 10 mm ആണ്. ഇത് 10 mm ഇതും 10 mm ആണെങ്കിൽ നമുക്ക് ഒരു T സെക്ഷൻ ഒരിക്കലും വരില്ല. ഇറ്റ് വിൽ ബി എ സിംഗിൾ റെക്ടാംഗുലർ സെക്ഷൻ ആയിട്ട് മാറും. ഓക്കെ, ആൻഡ് ഇപ്പോൾ T സെക്ഷന്റെ ഡയമെൻഷൻ ഓവറോൾ ഡെപ്ത് 80 mm തന്നിട്ടുണ്ട്. ഓവറോൾ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ടോപ്പ് ടു ബോട്ടം ഡെപ്ത്, ഇത്രയും ഡെപ്ത് അവർ 80 mm എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ 80 mm മാർക്ക് ചെയ്തു. ആൻഡ് 10 mm തിക്ക്. ദ സ്ട്രട്ട് ഈസ് 3 meter ലോങ്. നമുക്ക് ആവശ്യമുള്ള L-ന്റെ വാല്യൂ അവർ തന്നേക്കുന്നത് 3 meter തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യുന്നത് L-ന്റെ വാല്യൂ 2L ആണോ L/2 ആണോ എന്ന് നമുക്ക് അടുത്ത സെന്റൻസ് വായിക്കുമ്പോൾ മനസ്സിലാവും. ഹിഞ്ച്ഡ് അറ്റ് ബോത്ത് എൻഡ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കേസ് അപ്പോൾ ക്യാപിറ്റൽ L-ന്റെ വാല്യൂ നമുക്ക് ക്യാപിറ്റൽ L വെച്ചിട്ട് സ്മോൾ L ആണ് നമുക്ക് ഫസ്റ്റ് കേസിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിന് തന്നിരിക്കുന്നു E-യുടെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ T സെക്ഷൻ വരയ്ക്കും. പക്ഷെ അത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ 10 mm മാറ്റിയിട്ട് 100 mm തന്നെ അവർ വരച്ചിരിക്കുന്നത്. 100 mm is the width of the T, 10 mm is the thickness, overall depth 80. അപ്പോൾ ബാക്കി 10 കഴിഞ്ഞാൽ റിമൈനിങ് ഇറ്റ് വിൽ ബി 70 and this thickness is also given as 10 mm. നമുക്ക് ഇക്വേഷൻ ഏതാ? നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ക്രിപ്പിംഗ് ലോഡ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ബക്ലിംഗ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. ബക്ലിംഗ് ലോഡിന്റെ ഇക്വേഷൻ P is equal to π²EI divided by L². സോ പൈയുടെ വാല്യൂ നമുക്ക് അറിയാം. ഈ യങ്സ് മോഡുലസ് ക്വസ്റ്റ്യൻ 200 GPa എന്നുണ്ട്. I മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ T സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്യണം.
അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് രണ്ട് ആക്സിസിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ടി സെക്ഷൻ ആണെങ്കിൽ ഇവിടെ ഒരു രണ്ട് ആക്സിൽ വരയ്ക്കാൻ പറ്റുമല്ലോ. ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും വരയ്ക്കാം. ഓക്കെ, അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ആൻഡ് വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. എന്നിട്ട് ഏതാണോ ലീസ്റ്റ് അതിലാണ് നമ്മൾ ചെയ്യാം. കാരണം എന്താ, എവിടെയാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ പറയുന്നത്, അതിനൊരു സ്ട്രെങ്ത് ആണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറയും തോറും അതിന്റെ ബെൻഡിങ് പ്രോപ്പർട്ടീസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് നമ്മളിപ്പോ ഒരു ബീം എടുത്തു. ഇപ്പോൾ ഇരുമ്പിന്റെ പട്ടയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഇരുമ്പിന്റെ പട്ട. അപ്പൊ ഇരുമ്പിന്റെ പട്ടയുടെ ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ വിഡ്ത്ത് കൂടുതലും ഡെപ്ത് അല്ല മീൻസ് ഇങ്ങനെ ആയിരിക്കും ഇരുമ്പിന്റെ പട്ടയുടെ ക്രോസ് സെക്ഷൻ എടുത്താൽ. ഓക്കെ, അപ്പൊ നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ രണ്ട് തരത്തിൽ എഴുതാൻ പറ്റും. I = b dq/12 എന്ന് എഴുതാൻ പറ്റും, d pq/12 എന്ന് എഴുതാൻ പറ്റും. ഒന്ന് Ixx ഉം ഒന്ന് Iyy ആണ്. ഇതിലിപ്പോ ഇത് b യും ഇത് d യും ഒരു വാല്യൂസ്. സോ b dq/12 എന്ന് എഴുതി. അപ്പൊ ഈ വാല്യൂ ആയിരിക്കും ഒബിയസ്ലി ഇതിന് ലാർജർ വാല്യൂ. d bq/12 എന്നുള്ള വാല്യൂ കുറവായിരിക്കും. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഡെപ്ത് വരുന്ന ആക്സിസ് വൈ ആക്സിസ് നമുക്ക് അതിനെ ബെൻഡ് ചെയ്യാൻ, അതായത് ഒരു മെറ്റലിന്റെ ഇതുപോലത്തെ പ്ലേറ്റ് അല്ല ഷീറ്റ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്യാൻ, അതായത് അലോങ് ദ ഡെപ്ത് ബെൻഡ് ചെയ്യാൻ നമുക്ക് എളുപ്പമല്ല. ബട്ട് അലോങ് ദ വിഡ്ത്ത് ബെൻഡ് ചെയ്യാൻ ഇങ്ങനെ ഇതിപ്പോ ഒരു വലിയ ഷീറ്റാണ് വിചാരിച്ചു, വലിയൊരു ഇതുപോലത്തെ മെറ്റലിന്റെ സ്ട്രിപ്പാണ്. സോ നമുക്ക് ഒരിക്കലും ലോഡ് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഇതിനെ താഴേക്ക് ബെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഹൈ ടാസ്ക്, ഭയങ്കര എക്സ്ട്രാ ലോഡ് അപ്ലൈ ചെയ്യേണ്ടി വരും. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ ഡയറക്ഷനിലാണ് ലോഡ് അപ്ലൈ ചെയ്യണമെന്ന് വിചാരിച്ചു, ഈ ഡയറക്ഷനിലാണ് ലോഡ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് സുഖമായിട്ട് ബെൻഡ് ചെയ്യാൻ പറ്റും. സോ ആ ഡയറക്ഷനിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ കുറവാണ്. ഏത് ഡയറക്ഷനിലാണ് ലോഡ് അപ്ലൈ ചെയ്യുന്നത് അതാണ് അതിന്റെ ഡെപ്ത് ആയിട്ട് നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഡയറക്ഷനിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ കുറവാണ്. അപ്പോൾ നമ്മൾ കോളത്തിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇതേപോലെ Ixxഉം Iyyയും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇത് ഏതിലാണോ കുറവ് അത് നമ്മൾ ചൂസ് ചെയ്യും. കുറവുള്ളിടത്താണെങ്കിൽ എപ്പോഴും അതിന്റെ ഫെയിലിയർ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊരു ടി സെക്ഷൻ ആണ്. ടി സെക്ഷൻ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല Ixx ആണോ Iyy ആണോ സ്മോളർ വാല്യൂ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ബോത്ത് Ixx ആൻഡ് Iyy. ഓക്കെ, അതിന് ഫസ്റ്റ് ടൈം we have to calculate the value of x bar and y bar. x bar എന്തായാലും ഇതിന്റെ സെന്ററിലായിരിക്കും, കാരണം ഇത് ജോമെട്രി അലോങ് ദ x ആക്സിസിനെ രണ്ടായിട്ട് കട്ട് ചെയ്യാം. സോ ഇതായിരിക്കും അതിന്റെ ജോമെട്രിക്സ്. വെർട്ടിക്കലായിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് രണ്ട് ഈക്വൽ പീസ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. സോ നമുക്ക് x bar വേണമെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റും, x bar കൂടെ മാർക്ക് ചെയ്യാൻ പറ്റും, അതിന്റെ ആവശ്യമില്ല. ഇനി y bar എന്ന് പറഞ്ഞാൽ ഫ്രം ദ y ആക്സിസ് വെർട്ടിക്കലായിട്ട് അതിനെ ഈക്വൽ രണ്ട് പീസ് ആയിട്ട് കട്ട് ചെയ്യാൻ എളുപ്പമല്ല. സോ y barന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ y bar is equal to പണ്ടത്തെ ഇക്വേഷൻ തന്നെ, y bar is equal to a1 y1 plus a2 y2. എത്ര സെക്ഷൻ ഉണ്ട്? ഇത് രണ്ടായി ഡിവൈഡ് ചെയ്യല്ലേ ചെയ്യുള്ളൂ. നമ്പർ 1 എന്നുള്ള സെക്ഷൻ, ഇത് നമ്പർ 2 എന്നുള്ള സെക്ഷൻ, ഡിവൈഡഡ് ബൈ a1 plus a2 ചെയ്താൽ നമുക്ക് we will get the value of y bar. സോ ആദ്യത്തെ സെക്ഷന്റെ ഫസ്റ്റ് സെക്ഷന്റെ ഏരിയ 10 mm വിഡ്ത്ത്, ഹൈറ്റ് എത്രയാ 70, 10 into 70 എന്ന് വരും. സോ 10 into 70 എന്ന് വരും, പ്ലസ് അല്ല ഇൻറ്റു ഇത് ഏരിയ മാത്രമായിട്ടുള്ള ഇൻറ്റു y1 എന്ന് പറഞ്ഞാൽ 35 അല്ലേ, 70യുടെ പകുതി വരെ 35, പ്ലസ് രണ്ടാം സെക്ഷൻ്റെ എടുത്ത് 10 into 100 അതിന്റെ സെന്ററിലേക്ക്, രണ്ടാം സെക്ഷന്റെ സെന്ററിലേക്ക് ഫ്രം ദ എക്സ് ആക്സിസ് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് അതാണ് y2. എത്ര വരും? ഇതുവരെ 70, ബാക്കി 75, അപ്പോൾ 75 ഡിവൈഡഡ് ബൈ ഏരിയ ചെയ്യാം. അങ്ങനെ ചെയ്താൽ നമുക്ക് y ബാറിന്റെ വാല്യൂ കിട്ടും. y ബാറിന്റെ വാല്യൂ നമുക്ക് ഏകദേശം വരുന്നത് 58.53 millimeter ആണ്. അല്ല 10 into 100 into 70 plus 5, 70 into 10 into 35 divided by 10 into 100 plus 10 into actually it is 70 into 70 എന്നത് തെറ്റിപ്പോയതാണ്, 70 into 10 ആണ് കേട്ടോ. ഓക്കെ, 70 into 10 ആണ്. അപ്പോൾ നമുക്ക് y ബാറിന്റെ വാല്യൂ കിട്ടി. y ബാർ കിട്ടിയാലേ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ I കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. I is equal to
IGG പ്ലസ് h ബാർ സ്ക്വയർ എന്നുള്ള വാല്യൂ വെച്ചിട്ട് നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ മൊമെന്റ് ഓഫ് ഇനർഷ്യ IXX BD ക്യൂബ് IGG പറയുന്നത് ഓരോ സെക്ഷൻ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ സെക്ഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്തു. ഇതിലിപ്പോ സെക്ഷൻ നമ്പർ ഓക്കെ ഇതിനാണ് ഒരു 1 ആയിട്ട് എടുത്തേക്കണം. സോ ഞാൻ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിനെ 1 എന്ന് മാർക്ക് ചെയ്യണം, ഇതിനെ 2 എന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ IXXന്റെ ഇക്വേഷൻ നമ്മൾ എഴുതുന്നത് IGG1 പ്ലസ് A1 H1 ബാർ സ്ക്വയർ പ്ലസ് IGG2 പ്ലസ് A2 H2 ബാർ സ്ക്വയർ. H1 ബാർ H2 ബാർ എന്താ? H1 ബാർ എന്ന് പറയുന്നത് Y1 മൈനസ് Y ബാർ ആണ്. H2 ബാർ എന്ന് പറയുന്നത് Y2 മൈനസ് Y ബാർ ആണ്. ഓക്കെ, ആദ്യത്തെ സെക്ഷൻ ഇതിൽ നമ്പർ 1 മാർക്ക് ചെയ്തത് ഇതിന്റെ IGG അത് റെക്ടാങ്കുലർ സെക്ഷൻ ആണ്. റെക്ടാങ്കുലർ സെക്ഷന്റെ IGG എന്ന് പറയുന്നത് BD3/12 ആണ്. ബ്രെഡ്ത്ത് എത്രയാ? 100 ആണ് ബ്രെഡ്ത്ത്. ഡെപ്ത് 10 ആണ്. സോ BD3/12 100 × 10³/12 IGG. ഓക്കെ, ഇനി സെക്കൻഡ് വൺ ഏരിയ ഇൻറ്റു H ബാർ സ്ക്വയർ. ഏരിയ 100 × 10 ആണ് അതിന്റെ ഏരിയ. H1 ബാർ എന്ന് പറയുന്നത് Y1 മൈനസ് Y ബാർ ആണ്. സോ ഇതിന്റെ സെന്ററിലേക്ക് ഫസ്റ്റ് സെക്ഷൻ സെന്ററിലേക്ക് എത്രയാണ് ഡിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തായിരുന്നു, 75 എന്ന് മാർക്ക് ചെയ്തായിരുന്നു. സോ 75 മൈനസ് Y ബാർ ഓൾ സ്ക്വയർ മാർക്ക് ചെയ്തത് 75 മൈനസ് Y ബാർ ഓൾ സ്ക്വയർ. സോ A1 H ബാർ സ്ക്വയർ ഒരു വാല്യൂ. ഇനി അതേപോലെ തന്നെ IGG2 രണ്ടാം സെക്ഷന്റെ IGG രണ്ടാം സെക്ഷൻ ഇതാണ്. രണ്ടാം സെക്ഷൻ അതിന്റെ BD3/12 അതിന്റെ ബ്രെഡ്ത്ത് എത്രയാ? അതിന്റെ ബ്രെഡ്ത്ത് 10 ആണ്. അതിന്റെ ഡെപ്ത് എത്രയാ? അതിന്റെ ഡെപ്ത് 70 ആണ്. അപ്പൊ 10 × 70³/12 BD3/12 ആണ്. ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത് ക്യൂബ്/12 തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ BD3/12 എടുത്തു പ്ലസ് H ബാർ സ്ക്വയർ. സോ ഏരിയ എന്ന് പറയുന്നത് 10 × 70 ആണ്. H ബാർ എന്ന് പറയുന്നത് Y2 മൈനസ് Y ബാർ ആണ്. അപ്പൊ Y ബാർ മൈനസ് Y2 ഇത് എങ്ങനെ എഴുതിയാലും തിരിച്ചെഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ സ്ക്വയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നെഗറ്റീവ് വന്നാലും ഒരു പ്രശ്നമില്ല. പിന്നെ Y1 മൈനസ് Y ബാർ തന്നെ പഠിച്ചിരുന്നത്. അപ്പൊ മാറ്റി എഴുതിയാലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. 1 മിനിറ്റ് ചെറിയൊരു കോൾ വന്നിട്ടുണ്ട്, കട്ട് ചെയ്യട്ടെ. സോ ഈ വാല്യൂസ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഴുതുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടും. സോ 952.990 mm/4. മൊമെന്റ് ഓഫ് ഇനർഷ്യ യൂണിറ്റ് mm/4 ആണ്. നമ്മൾ ഒരു മൊമെന്റ് ഓഫ് ഇനർഷ്യ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഒരെണ്ണം കൂടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാണ്ട്. ഇതുവരെ ഓക്കെ അല്ലേ? കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ. നെറ്റ് കട്ടായിട്ടും വോയിസ് ബ്രേക്ക് ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ. 20 ആൾക്കാരൊക്കെ വന്നു, 38 ആൾക്കാരോളം വന്നിട്ടുണ്ട്. PPT ഒക്കെ വിസിബിൾ തന്നെ ആയിരുന്നില്ലേ? കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ആരും ഇല്ല ഇവിടെ? പോയേക്കാണോ? ഓക്കെ, നമുക്ക് അടുത്ത മൊമെന്റ് ഓഫ് ഇനർഷ്യ IXX നമ്മൾ കാൽക്കുലേറ്റ് വിത്ത് റെസ്പെക്ട് ടു X ബാർ നമ്മൾ XX നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇതുപോലെ IYY നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാണ്ട്. ഓക്കെ, IYY നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി നമ്മൾ വിത്ത് റെസ്പെക്ട് ടു സെൻട്രോയിഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ വരയ്ക്കുന്ന ആക്സിസ് നമ്മൾ ഇവിടെ ഒരു ആക്സിസ് വെച്ചു. ശരിക്കും വേണമെങ്കിൽ നമുക്ക് ഇതേ മെത്തേഡിൽ എഴുതിയ പോലെ നമുക്ക് വീണ്ടും എഴുതാം. പക്ഷെ അത്രയും നമുക്ക് സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. കാരണം നമ്മൾ വരച്ച X ബാർ പാസ് ചെയ്യുന്ന ലൈൻ, അതായത് വെർട്ടിക്കൽ ലൈൻ, ഞാനിപ്പോൾ വരച്ചിരിക്കുന്ന വെർട്ടിക്കൽ ലൈൻ രണ്ട് സെക്ഷന്റെയും ഫസ്റ്റ് സെക്ഷന്റെയും സെക്കൻഡ് സെക്ഷന്റെയും സെന്ററിലൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത്. അതായത് ഞാനിപ്പോൾ കുറച്ച് മുന്നത്തെ വെച്ച് പറയാം. Y ബാറിന് ഇവിടെ ഞാൻ ലൈൻ മാർക്ക് ചെയ്തു. ദിസ് ഈസ് ദ Y ബാറിന്റെ ലൈനാണ് മാർക്ക് ചെയ്ത്. ഈ Y ബാറിന്റെ ലൈൻ മാർക്ക് ചെയ്തത് രണ്ടാം സെക്ഷന്റെ സെന്ററിലൂടെയാണോ പോണ്? അല്ല. ഒന്നാം സെക്ഷൻ അതിലും അല്ല. അപ്പൊ നമുക്ക് ഈ കറക്റ്റ് ഫോർമുല തന്നെ യൂസ് ചെയ്യണം. ഈ ഫോർമുല നമ്മൾ ഇത് യൂസ് ചെയ്ത IGG പ്ലസ് H ബാർ സ്ക്വയർ എന്നുള്ള ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് യാതൊരു തെറ്റുമില്ല. നമ്മൾ H ബാർ എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് 0 ആയിട്ട് പോകും. വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഒരു ഇവിടെ X ബാറിന്റെ വാല്യൂ നമുക്ക് എത്ര വരും? X ബാറിന്റെ വാല്യൂ നമുക്ക് 50 വരും. X ബാറിന്റെ വാല്യൂ നമുക്ക് 50 ആണ് വരുന്നത്. സോ നമ്മൾ H1 ബാർ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത് X ബാർ മൈനസ് X1 ആണ്. അതുപോലെ H2 ബാർ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത് X ബാർ മൈനസ് X2 ആണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് X1? അതായത് ഫസ്റ്റ് സെക്ഷന്റെ സെന്ററിലേക്ക് ഫ്രം ദ Y ആക്സിസ് എത്ര ഡിസ്റ്റൻസ് നോക്കുക.
ഫസ്റ്റ് സെക്ഷന്റെ സെന്ററിലേക്ക്, ഫസ്റ്റ് സെക്ഷൻ ഇതാണ്, നമ്പർ 1 കൊണ്ട് മാർക്ക് ചെയ്തേക്കുന്നത്. ഇതിന്റെ സെന്ററിലേക്ക് ഫ്രം ദ വൈ ആക്സിസ് എത്ര ഡിസ്റ്റൻസ് നോക്കാം. ഇറ്റ് ഈസ് ഓൺലി 50 അല്ലേ. ടോട്ടൽ 100 ആണ് അതിന്റെ ഹൈറ്റ്. ഫ്രം ദ വൈ ആക്സിസ് ഇറ്റ് ഈസ് ഓൺലി 50. അപ്പൊ ആ 50 എക്സ് ബാറും രണ്ടും സെയിം ആണ്. അപ്പൊ h1ന്റെ വാല്യൂ 0 ആയിട്ട് പോകും. ഇനി സെക്കൻഡ് സെക്ഷന്റെ സെന്ററിലേക്ക്, ഇതാണ് സെക്കൻഡ് സെക്ഷൻ നമ്മൾ മാർക്ക് ചെയ്ത സെക്കൻഡ് സെക്ഷൻ. ഇത് അതിന്റെ സെന്ററിലേക്ക് ഫ്രം ദ വൈ ആക്സിസ് എത്ര ഡിസ്റ്റൻസ്, അതും 50 തന്നെയാണ്. അപ്പൊ h2 എന്നുള്ള ടേമും 0 ആയിട്ട് പോകും. അപ്പോ h1 ബാർ സ്ക്വയർ h2 ബാർ സ്ക്വയർ എന്നുള്ള രണ്ട് ടേമും നമുക്ക് 0 ആയിട്ട് പോകും. അപ്പൊ ആ രണ്ട് ടേമും നമുക്ക് ആവശ്യമില്ല. ആ രണ്ട് ടേമും നമ്മൾ റിമൂവ് ചെയ്യും. ആ രണ്ട് ടേമും നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഉപയോഗിച്ച് നമ്മൾ പറയാണ്ട് ഇപ്പോൾ ഉപയോഗിച്ചാലും നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിന്റെ ടേം ആവശ്യമില്ലാതെ 0 ആയി പോകുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പൊ അത് ചെയ്യാണ്ട് എങ്ങനെ തുടങ്ങാണ്ട് തന്നെ നമുക്ക് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് നോക്കി ചെക്ക് ചെയ്യാം. നമ്മൾ എക്സ് ബാർ അല്ലെങ്കിൽ വൈ ബാർ മാർക്ക് ചെയ്തിട്ട് ആ സെക്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത രണ്ട് സെക്ഷന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്നുണ്ടോ നോക്കുക. അങ്ങനെയാണ് പാസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരിക്കലും എച്ച് ബാറിന്റെ ടേം യൂസ് ചെയ്യേണ്ടി വരില്ല. അപ്പൊ നമുക്ക് ആകെ കൂടി ആവശ്യം IgG മാത്രം ആവശ്യം. IgG1 പ്ലസ് IgG2. IgG1 പ്ലസ് IgG2. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് നോക്കുമ്പോൾ അലോങ് ദ വൈ ആക്സിസ് വരുന്നതാണ്, അതായത് വൈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നതാണ് ഡെപ്ത്, വൈ ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്നതാണ് ബ്രെഡ്ത്ത്. ഫസ്റ്റ് സെക്ഷന്റെ ഡെപ്ത് എന്ന് പറയുന്നത് 100 ആയിരിക്കും. ഫസ്റ്റ് സെക്ഷന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 10 ആയിരിക്കും. അപ്പോൾ സോ BD cube by 12, 10 into 100 cube divided by 12. എന്തുകൊണ്ടാണ് 10നെ ബ്രെഡ്ത്ത് ആയിട്ടും 100നെ ഡെപ്ത് ആയിട്ടും എടുത്തു എന്ന് പറയുന്നതാണ്. നമ്മൾ എടുക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് ആണ്. സോ വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് എടുക്കുമ്പോൾ വൈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതാണ് ഡെപ്ത്, അല്ലെ വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ളതാണ് ബ്രെഡ്ത്ത്. നമ്മൾ നേരത്തെ എടുത്തതെല്ലാം എക്സ് ആക്സിസ് ആയിരുന്നു. അപ്പൊ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ളതാണ് ബ്രെഡ്ത്ത്, എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതാണ് ഡെപ്ത്. സോ 100 plus 10 into 100 cube divided by 12, അഥവാ BD cube by 12. സെക്കൻഡ് സെക്ഷൻ അതേപോലെ തന്നെ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ളത് 70 ആണ്, എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് 10 ആണ്. സോ B 70, 10 ഡെപ്ത്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് വാല്യൂ കിട്ടും 839,116.67 mm/4. നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടി. ഒന്ന് 952,990 and second one 839,116. ഇതിൽ ഏതാണ് സ്മോളർ വാല്യൂ? IYY ആണ് സ്മോളർ വാല്യൂ. അപ്പൊ ആ വാല്യൂ ആയിരിക്കും നമ്മൾ നമ്മുടെ ബക്ലിംഗ് ഇക്വേഷൻ P = pi square EI by L square എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ. ഇനിയുള്ള എല്ലാ പ്രോബ്ലംസും ഇതേപോലെ തന്നെയാണ്. ഏതാണോ നമുക്ക് സ്മോളർ വാല്യൂസ് കിട്ടിയത് ആ വാല്യൂ ആയിരിക്കും നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇക്വേഷൻ എഴുതും. പൈ സ്ക്വയർ EI by L square എന്നുള്ള ഇക്വേഷൻ എഴുതും. പൈ സ്ക്വയർ EI by L square എന്നുള്ള ഇക്വേഷൻ എഴുതും. എന്നിട്ട് അതിൽ ആവശ്യമുള്ള ടേമുകളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ. ലെങ്ത് തന്നിട്ടുണ്ട് 3 മീറ്റർ ആണ് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു. 3 മീറ്റർ ലോങ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. സോ അതിനെ മില്ലിമീറ്റർ ആക്കിയിട്ട് 3 × 10⁻³ ആയിട്ട് എഴുതി. ബോത്ത് എൻഡ് ഹിഞ്ചഡ് ആയതുകൊണ്ട് നമ്മൾ എല്ലും ക്യാപിറ്റൽ എല്ലും സെയിം ആയതുകൊണ്ട് അത് അതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് 184.05 kN അതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, 10 മാർക്കിന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ശരിക്കും 10 മാർക്കിനുള്ള ശരിക്കും 10 മാർക്കിന് റാങ്ക് ആയാലും കൂടി കമ്പൈൻ ചെയ്തിട്ട് ചോദിക്കാറ് റയർ ആയിട്ട് നമുക്ക് ചോദിക്കാറുണ്ട് 10 മാർക്കിന്. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് അത്യാവശ്യം കുറച്ച് സ്ലോയിലാണ് പറഞ്ഞത്, എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. കാരണം അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ചും കൂടി സ്പീഡ് പോകും, പിന്നെ അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചും കൂടി സ്പീഡ് കൂടി പോകും. അപ്പൊ ഇത് പരമാവധി സ്ലോ ആക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കേണ്ടതാണ്. കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് ഉദ്ദേശിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. So here is our second question. A straight bar of alloy 900 mm long and length തന്നിട്ടുണ്ട് 12.7 into 4.8 is the section, cross section. Mounted in a strut testing machine and loaded axially. It buckles. അതായത് അത് വളഞ്ഞു. Assume Euler's formula for pinned end to apply. Estimate the maximum
central deflection before the material attains its yield point 300 Newton per mm square. അപ്പൊ ഇതിൽ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മള് പഴയ പോലെ തന്നെ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് assume Euler's formula for pinned ends, രണ്ട് പിൻ ചെയ്തിട്ടുള്ള എൻഡ് അപ്ലൈ ചെയ്തിട്ട് എസ്റ്റിമേറ്റ് ദ മാക്സിമം സെൻട്രൽ ഡിഫ്ലക്ഷൻ. നമ്മളടുത്ത് ഡിഫ്ലക്ഷൻ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ കോളത്തിന്റെ ഇക്വേഷൻ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഒരു ഡിഫ്ലക്ഷൻ വെച്ചിട്ട് നമ്മൾ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്ത് ആ ഡെറിവേഷൻ യൂസ് ചെയ്ത ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടി യൂസ് ചെയ്യണം. ഓക്കെ, പറഞ്ഞുതരാം. ഓക്കെ, നമുക്കപ്പോൾ രണ്ട് കാര്യങ്ങൾ കാൽക്കുലേറ്റ്, ഒന്ന് ലോഡ്, പിന്നെ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. സോ ആദ്യം നമ്മൾ അതിന്റെ ക്രോസ് സെക്ഷൻ വരയ്ക്കണം. ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് 4.8 × 12.7 ആണ്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയായിരിക്കും നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറവായിരിക്കും. വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ് ആണോ വിത്ത് റെസ്പെക്ട് ടു x ആക്സിസ് ആണോ നമുക്ക് പെട്ടെന്ന് BdQ/12 ആണോ, അതായത് BdQ/12 ആണോ dBQ/12 ആണോ ചെറുത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം 12.7 4.8 കമ്പാരിറ്റീവ്ലി കമ്പയർ ചെയ്യാൻ പറ്റാവുന്ന അത്ര ഡിഫറൻസ് ഉള്ള രണ്ട് വാല്യൂസ് ആണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും dBQ/12, അതായത് 4.8 × 12.7 cube/12 എന്നുള്ള വാല്യൂ ആയിരിക്കും ലാർജർ വാല്യൂ. ആ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ മാത്രമേ നമുക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിൽ AH⁻² നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതൊരു റെക്ടാങ്കുലർ സെക്ഷൻ ആണ്. റെക്ടാങ്കുലർ സെക്ഷൻ പിന്നെ വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, ഡയറക്റ്റ് ഇക്വേഷൻ മാത്രമേ. ആദ്യം നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ എഴുതും 12.7 × 4.8 cube/12, ഒരു സ്മോളർ വാല്യൂ. ലാർജർ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ലാർജർ അല്ല, നമ്മളെപ്പോഴും സ്മോളർ വാല്യൂ മാത്രമേ എടുക്കാറുള്ളൂ. 12.7 × 4.8 cube/12. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് π² EA/L². ഇപ്പൊ ഇത് എന്ത് ടൈപ്പ് ബീമാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് ടൈപ്പ് ബീമാന്ന് നമ്മൾ ക്വസ്റ്റ്യനിൽ ഒരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. ബോത്ത് എൻഡ് പിന്നഡ്, ഫോർ പിന്നഡ് എൻഡ്സ്. ഒരു എൻഡ് എന്നല്ല പറയുന്നത്, രണ്ട് എൻഡ് പിന്നഡ് എൻഡ്സ് എന്ന് പറഞ്ഞു. അപ്പൊ രണ്ട് എൻഡ് പിൻ ഉണ്ടായാൽ നമുക്ക് അതിൽ നിന്ന് അസ്യൂം ചെയ്യാൻ പറ്റും. സോ അതങ്ങനെ ഒരു കേസ് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ π² EA/L², നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ P = π² EA/L² ആണ്. അതിൽ എല്ലിന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് വീണ്ടും LN ആയിട്ടാണ്, സെയിം LN ആയിട്ടാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ π² അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. EI വാല്യൂ 7.710⁴ Nm/mm². യൂണിറ്റുകളെല്ലാം ശ്രദ്ധിക്കണം, നമ്മൾ ഏതിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ Nm/mm² അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. /L², 900² ഉണ്ട്, അത് മിസ്സായതാണ്. 900² ഇൻറ്റു I BD, ഈ വാല്യൂ 12.7 × 4.8 cube/12 വാല്യൂ അവർ അതേപോലെ തന്നെ ഇവിടെ കൊടുക്കുന്ന എഡിഷൻ is the value for I π² EA/L². So we'll get the value of load as 109.81 Newton. So this is our first step. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഡിഫ്ലക്ഷൻ എന്താണെന്ന്. ആദ്യം വീണ്ടും ഞാൻ പണ്ട് വരച്ച ഫിഗറെ ഒന്നുകൂടി വരയ്ക്കാം. So this is our beam after applying the load P. So we will be analyzing a section XX at a distance X from the top end and having a deflection Y. Then നമ്മുടെ ഇതുണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മൾ മൊമെന്റ് ഈസ് ഇക്വൽ ടു P × Y എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത്. P × Y is the മൊമെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഈ മൊമെന്റിന്റെ ഇക്വേഷൻ തന്നെയാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടി വരിക. സോ മൊമെന്റ് ഈസ് ഇക്വൽ ടു P × അങ്ങനെ നമ്മൾ ഇതിന്റെ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഡിഫ്ലക്ഷൻ ഇക്വേഷൻ E² അല്ല E × D²/D² മൊമെന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ മൊമെന്റിന്റെ ഇക്വേഷൻ തന്നെ നമുക്ക് ഇവിടെ ആവശ്യം വരിക. പക്ഷെ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഫ്ലക്ഷനും മൊമെന്റും കൂടി വരുന്ന ഒരു ഇക്വേഷനിലാണ്. സോ ഡിഫ്ലക്ഷൻ മൊമെന്റ് അല്ല, ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ അവർ തന്നിരിക്കുന്ന വാല്യൂ സ്ട്രെസ് തന്നിട്ടുണ്ട്. സ്ട്രെസ്സും ഡിഫ്ലക്ഷനും കൂടി വരുന്ന ഒരു ഇക്വേഷൻ, അതായത് നമ്മുടെ ബെൻഡിങ് ഇക്വേഷൻ. ബെൻഡിങ് ഇക്വേഷൻ എന്തായിരുന്നു? M/I = σ/y = E/r. അപ്പൊ ഇതിലത്തെ ഒരു സിഗ്മയുടെ വാല്യൂ തന്നിട്ടുണ്ട്, 300 എന്നുമാണ് തന്നിട്ടുണ്ട്. വൈയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അത് നമുക്ക് അറിയില്ല.
വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് വൈ അല്ല ഡിഫ്ലക്ഷൻ തെറ്റിപ്പോയി. വൈ എന്ന് പറയുന്നത് സെക്ഷന്റെ സെന്ററിലേക്ക് ടു ദ ഡിസ്റ്റൻസ് ടു ദ ന്യൂട്രൽ ആക്സിസ്, അങ്ങനെയല്ല നമ്മൾ പറഞ്ഞത്. ബീം ബെൻഡ് ചെയ്യുമ്പോൾ വൈ ഇസ് ദ ഡിസ്റ്റൻസ് ടു ദ ന്യൂട്രൽ ആക്സിസ്. അപ്പോൾ ഈ കേസിൽ ഡിസ്റ്റൻസ് ടു ന്യൂട്രൽ ആക്സിസ് ആണ് വൈ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഐ ബൈ വൈ എന്നുള്ള വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൊമെന്റ് ഈസ് ഈക്വൽ ടു ലോഡ് ഇൻറ്റു ഡിഫ്ലക്ഷൻ. അപ്പൊ അതിലെ ലോഡിന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഐയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ ഇതിൽ അറിയാവുന്ന വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ഡിഫ്ലക്ഷൻ. സോ സിഗ്മ ഈസ് ഈക്വൽ ടു m by I is equal to sigma by y, m by I is equal to sigma by y, or sigma is equal to m divided by I by y. ഈ I by y ക്ക് നമ്മൾ പണ്ടൊരു പേര് പറഞ്ഞിരുന്നു. This called section modulus Z. So I is equal to BDQ by 12, y is equal to D by 2. ബാക്കി ചെയ്തു വരുമ്പോൾ ബാക്കി BD square by 6 എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മൾ Z ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറ്. And the moment is substituted as load into deflection, and the value of sigma they have given. So the load is also we have calculated 109.81 Newton. So substituting all the values, you will get the value of deflection as 133.23 millimeter. അപ്പോൾ ഇതൊരു ആപ്ലിക്കേഷൻ ആണ്. ഇതങ്ങനെ റയർ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളൂ. നോർമലി ഡിഫ്ലക്ഷന്റെ ക്വസ്റ്റ്യനിൽ ഇങ്ങനത്തെ കോമ്പിനേഷൻ, ഇതിപ്പോ വേറെ മൊഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻ എടുത്ത കോമ്പിനേഷൻ, ഇതൊക്കെ ഗേറ്റ് ലെവലിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. ഗേറ്റിൽ ചോദിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ഒരു മൊഡ്യൂളിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ഗേറ്റിൽ 2020 ഗേറ്റിലെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് ഫ്ലൂയിഡും സോളിഡും കൂടി കമ്പൈൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിൽ വന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഒരു ടാങ്കില് വെള്ളമുണ്ട്, വെള്ളത്തിലൊരു സെൻട്രൽ സെപ്പറേഷൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് ഒരു ലെവൽ വരെ വെള്ളമുണ്ട്, ഇതില് ഇത്രയും ലെവൽ വരെ വെള്ളമുണ്ട്. Then what is the bending moment in the deflection of the beam എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. So we have to consider this water as a uniformly varying load. This water also as a uniformly varying load. കാരണം വാട്ടറിന്റെ ഹൈറ്റ് കൂടുന്നതോടെ നമുക്ക് പ്രഷർ കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ യൂണിഫോംലി വേരിയിങ് ലോഡ് വെച്ചിട്ട് അങ്ങനത്തെ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ്. ഇതും അതേപോലെ തന്നെ നമുക്ക് 2 മൊഡ്യൂളിൽ നിന്ന് കമ്പൈൻ ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ചോദിക്കാം, ചോദിക്കാതിരിക്കാൻ ചാൻസ് ഒന്നുമില്ല, ബട്ട് നമ്മളൊന്ന് പറഞ്ഞു മാത്രം. അപ്പൊ ഇത് ബെൻഡിങ് ഇക്വേഷനും അതേപോലെ തന്നെ ബക്ലിംഗ് ഇക്വേഷനും രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമ്മളൊരു ബക്ലിംഗ് ലോഡും കാൽക്കുലേറ്റ് ചെയ്തു, അതേപോലെ തന്നെ ഡിഫ്ലക്ഷൻ ഓഫ് ദ ബീമും കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, ഓഡിയോ പ്രശ്നങ്ങളൊന്നുമില്ല വിചാരിക്കുന്നു. വിൽ ഗോ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇനി മിക്കവാറും അടുത്തൊരു ഫോർമുല നമുക്ക് പഠിക്കാനുള്ളത് റാങ്കൈൻസ് ഫോർമുല. ഇതുവരെ നമ്മൾ പഠിച്ച കേസുകളിലെല്ലാം നമ്മൾ ലോങ് കോളംസ് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. സോ എല്ലാ ടൈപ്പ് കോളത്തിനും കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വി ഹാവ് ടു കൺസിഡർ ബോത്ത് ക്രഷിംഗ് ആൻഡ് ബക്ലിംഗ് സിറ്റുവേഷൻ. അതായത് ചിലപ്പോൾ ഒരു കോളം ഫെയിൽ ആവുകയാണെങ്കിൽ, നോർമലി ഇപ്പോൾ ഒരു നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള പില്ലേഴ്സ്, നമ്മുടെ വീട്ടിലൊക്കെ തൂണുകൾ ഉണ്ടാവല്ലോ, ആ തൂണൊക്കെ ഫെയിലിയർ ആകുമ്പോൾ ഒരിക്കലും നമുക്ക് ബെൻഡായിട്ട് ഫെയിൽ ആവും നമുക്ക് പറയാൻ പറ്റില്ല. കൂടുതൽ അത് ക്രഷിംഗ് ആയിരിക്കും നമുക്ക് ഫെയിലിയർ വരിക. ഓക്കെ, നമ്മളൊരു കോളത്തിനെ ഡിസൈൻ ചെയ്യുമ്പോൾ അതിന് 2 ടൈപ്പ് ഫെയിലിയർ നമ്മൾ വരുന്നപ്പോൾ എക്സ്പെക്ട് ചെയ്തിട്ട് അങ്ങനെ ഡിസൈൻ ചെയ്യണം. അപ്പൊ റാങ്കൈൻസ് ഫോർമുല പറയുന്നത് ഇറ്റ്സ് എ മോഡിഫിക്കേഷൻ ഓഫ് ഓയിലേഴ്സ് ഫോർമുല. ഓയിലേഴ്സിന്റെ ഒരു ഫോർമുല ഉണ്ടായതിന് അതിനെ മോഡിഫൈ ചെയ്തിട്ട് റാങ്കൈൻ എന്നുള്ള സയന്റിസ്റ്റ് ഒരു ഫോർമുലയോട് ഡിറൈവ് ചെയ്തു. സോ ഇൻ ദാറ്റ് ഫോർമുല ഹീസ് ഇൻകോർപ്പറേറ്റഡ്, that person incorporated both crushing load and നമ്മളിപ്പോ പഠിച്ച ഓയിലേഴ്സ് ബക്ലിംഗ് ലോഡ്. ഓയിലേഴ്സ് ബക്ലിംഗ് ലോഡും ക്രഷിംഗ് ലോഡും കൂടി കമ്പൈൻ ചെയ്തിട്ട് റാങ്കൈൻസ് ലോഡ് എന്ന് പറഞ്ഞിട്ടൊരു ലോഡ് ഉണ്ടാക്കി. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ റാങ്കൈൻസ് ലോഡ്. 1/PR is equal to 1/PC, where PC is the crushing load. കംപ്രസ് ചെയ്യുമ്പോൾ അതിൽ എത്രയാണ് ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുക, ദാറ്റ് ഈസ് കോൾഡ് ക്രഷിംഗ് ലോഡ്. ആൻഡ് പ്ലസ് 1/P റൂളേഴ്സ് ലോഡ് ഓർ ഓയിലേഴ്സ് ലോഡ്. നമ്മൾ ഇപ്പോൾ ഡിറൈവ് ചെയ്ത ലോഡ് പി എന്ന് പറയുന്നത്. അപ്പോൾ റാങ്കൈൻസ് ഫോർമുല പറയുന്നത് ഇത്രയേ ഉള്ളൂ, 1/PR is equal to 1/PC plus 1/P.
എക്സാമിന് നമ്മൾ എപ്പോഴും ഇത് ബേസിക് ഫോർമുലയാണ്. ഈ ബേസിക് ഫോർമുലയിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ട് ഫൈനൽ ഇക്വേഷൻ എല്ലാവരും അപ്ലൈ ചെയ്യാറ്. അപ്പൊ നമുക്ക് ഫൈനൽ ഇക്വേഷനിലേക്ക് ഇത് ഡെറിവേഷൻ ചെയ്ത് എത്തിക്കാണ്ട്. സോ അതിന് സെപ്പറേറ്റ് ആയിട്ട് എഴുതും. സോ റാങ്കൈൻസ് ലോഡ് 1/PR = ക്രഷിംഗ് ലോഡ്. അതായത് ഒരു ബീമിനെ രണ്ട് സൈഡിൽ നിന്ന് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് കോൾഡ് കംപ്രസീവ് സ്ട്രെസ്. അതിൽ അപ്ലൈ ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് കംപ്രസീവ് സ്ട്രെസ് ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. സോ PC ഈസ് റിട്ടൺ ആസ് സിഗ്മ C ഇൻറ്റു AC. ആൻഡ് PE ലോഡ് ഈസ് π² EA / L² എന്ന് എഴുതി. ഇത് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാണ്. സോ π² EA / L² എന്നുള്ള ടേമുകളൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഇതിലെ സെക്കൻഡ് ടേമിൽ π² EA / L² എന്നുള്ള ടേമിലത്തെ L² ആദ്യം മുകളിലേക്ക് കൊണ്ടുവന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ രണ്ട് സൈഡിലും ടോപ്പിലും ബോട്ടത്തിലും നമ്മൾ സിഗ്മ C വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ സിഗ്മ C ഇൻറ്റു A എന്നുള്ള ടേം ഈ ടേമിലും y, ഇതിലും സിഗ്മ C ഉണ്ട്, ഇവിടെ A ഉണ്ട്. അപ്പൊ ഈ A എവിടെ നിന്ന് വന്ന് π² EA / L². അതിനെ അവര് AR² എന്ന് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. I = മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഏരിയ ഇൻറ്റു റേഡിയസ് ഓഫ് ഗൈറേഷൻ സ്ക്വയർ. AR² എന്നുള്ള ടേം വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. അപ്പൊ π² EI എന്നുള്ള ടേമിനെ അവര് AR² എന്നുള്ള ടേം വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. I = AR². വേറെ R is the radius of gyration. നമുക്ക് ആവശ്യമുള്ള ടേമാണ് R is the radius of gyration. സോ ഈ രണ്ട് ടേമിലും സിഗ്മ C / A പുറത്ത് കോമൺ ആയിട്ടുള്ളതുകൊണ്ട് ആ സിഗ്മ C A / A നെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. സോ ദിസ് ടേം വിൽ ബിക്കം 1 പ്ലസ് ഈ സിഗ്മ C / A പുറത്തേക്ക് പോയിട്ട് ബാക്കി സിഗ്മ C / A കൂടി പോയി. L/R അതൊരു ടേമാണ്. L/R എന്ന് പറഞ്ഞിട്ട് ആദ്യം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. L/R ഈസ് കോൾഡ് ദ സ്ലെൻഡർനെസ് റേഷ്യോ. ഇനി റാങ്കൈൻസ് ഫോമിൽ വരുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് സ്ലെൻഡർനെസ് റേഷ്യോയുടെ വാല്യൂ തരുന്നുണ്ടായിരിക്കും. L/R റേഷ്യോയുടെ വാല്യൂ എന്ന് പറയുന്നത് സ്ലെൻഡർനെസ് റേഷ്യോ. L is the length of the column and R is the radius of gyration. സോ L/R എന്നുള്ള ടേം ഒരുമിച്ച് എഴുതി. L/R all² എന്ന് എഴുതി. ഡിനോമിനേറ്ററിൽ π² E എന്നുള്ള ടേം ഒന്നുകൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് സിഗ്മ C π² E ഒരൊറ്റ ടേം. ഈ ടേമിന് മൊത്തത്തിൽ അവരൊരു സിംഗിൾ ടേം ആയിട്ട് എഴുതി. ദാറ്റ് ഈസ് കോൾഡ് ആൽഫ. ആൽഫ ഈസ് കോൾഡ് സിഗ്മ C π² E. അപ്പോൾ we can write the equation for PR as 1/PR as 1/sigma C 1 plus alpha into L/R all². This is the Rankine equation. So അതൊന്നുകൂടി റീഅറേഞ്ച് ചെയ്തിട്ട് തിരിച്ചെഴുതാണ്. അപ്പോൾ PR ആക്കിയിട്ട് തിരിച്ചെഴുതുമ്പോൾ സിഗ്മ C ന്യൂമറേറ്ററിലേക്ക് പോകും. സോ PR = സിഗ്മ C / 1 plus alpha into L/R all². എക്സാമിന് ഈ ഫോർമുല മതി നമുക്ക്. ചില റയർ കേസ് ഡെറിവേഷൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഡിറൈവ്ഡ് ഇക്വേഷൻ ഫോർ റാങ്കൈൻസ് ഫോർമുല കൊണ്ട് ചോദിക്കാറുണ്ട്. സോ നമ്മൾ ബേസിക് നിന്നാണ് തുടങ്ങിയത്. റാങ്കൈൻ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ക്രഷിംഗ് ലോഡും കൂടി ആഡ് ചെയ്തിട്ട് റോളേഴ്സ് ഇക്വേഷൻ കൂടെ ആഡ് ചെയ്തു. സോ 1/PR = 1/PC plus 1/PE. PC എന്ന് പറയുന്നത് ക്രഷിംഗ്, അതായത് കംപ്രസീവ് സ്ട്രെസ് ഉണ്ടാവുന്ന ലോഡാണ്. ഇപ്പോൾ സ്ട്രെസ് = ലോഡ് ബൈ ഏരിയ എന്ന് പറയുന്ന പോലെ ലോഡ് = സ്ട്രെസ് ഇൻറ്റു ഏരിയ എന്ന് എഴുതി. സോ സിഗ്മ C ഇൻറ്റു A എന്നുള്ള ടേം എഴുതി. ഓയിലേഴ്സ് ലോഡ് യൂഡേഴ്സ് ലോഡിന് π² EA / L² എന്നുള്ള ടേം കൊടുത്തു. അടുത്ത സ്റ്റെപ്പിൽ സിഗ്മ C വെച്ചിട്ട് നോമിനേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് സിഗ്മ C A എന്നുള്ള ടേം കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. സിഗ്മ C / π² E ക്ക് ആൽഫ കൊടുത്തു. L/R എന്നുള്ള ടേമിന് സ്ലെൻഡർനെസ് റേഷ്യോ അതിലുള്ള തന്നെയാണ്. എക്സ്ട്രാ ആഡ് ചെയ്തിട്ടൊന്നുമില്ല. അതേപോലെ എഴുതി ആൽഫ എഴുതി. സോ നമുക്ക് എക്സാമിന് വരുമ്പോൾ ആൽഫയുടെ വാല്യൂ തരും. R നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അത് വെച്ച് നമുക്ക് ആൽഫയുടെ വാല്യൂ തരും. അത് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. സോ കുറച്ച് ആൽഫയുടെ വാല്യൂസ് ഓർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ വയ്ക്കുക. ഏറ്റവും കൂടുതൽ നമുക്ക് ചോദിക്കാറുള്ളത് MS-ഉം അതേപോലെ തന്നെ കാസ്റ്റ് അയൺ ആണ്. തന്നിട്ടില്ലെങ്കിൽ ഈ രണ്ട് വാല്യൂസ് ഏതെങ്കിലും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, മെറ്റീരിയൽ ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, രണ്ട് വാല്യൂസ് ഓർത്ത് വെച്ചില്ലെങ്കിലും ഈ കാസ്റ്റ് അയണിന്റെ വാല്യൂ എന്തായാലും ഓർത്ത് വയ്ക്കാം. സിഗ്മ സിയുടെ വാല്യൂ 50, ആൽഫയുടെ വാല്യൂ 1/1600. ഓക്കെ, നമുക്ക് ഒരു പ്രോബ്ലം കൂടി ചെയ്തിട്ട് അവസാനിപ്പിക്കാം. എ ഹോളോ സിലിണ്ടറിക്കൽ കാസ്റ്റ് അയൺ സെക്ഷൻ, CA means cast iron column, 200 mm outer diameter. It's a cylindrical ആണ്, cross section cylindrical ആണ്. Outer diameter 200 mm and 150 mm inner diameter.
4 meter long. Length of the column is given as L is given as 4 meter. Both end fixed. Both end fixed പറഞ്ഞാൽ L is equal to നമുക്ക് L by 2 ആണ് വരിക. It is subject to axial compressive load. Take the factor of safety as 6. അപ്പോൾ നമ്മൾ അവസാനം ലോഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യും. നമുക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം ലോഡ് കിട്ടുക. അത് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ പറയാം. ക്രഷിംഗ് സ്ട്രെസ് സിഗ്മ സിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. സിഗ്മ സി ഇസ് ഈക്വൽ ടു 500 Newton per mm square. And Rankine's constant is given as alpha is given as 1 by 1600. So നമ്മൾ നേരത്തെ പഠിച്ച 550 ആയിരുന്നു സിഗ്മ സ്ട്രെസിന് വാല്യൂ. ക്വസ്റ്റ്യൻ തന്നിട്ട് വെച്ചെങ്കിൽ ആ വാല്യൂ എടുക്കുക, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. തരാത്ത കേസിൽ മാത്രം നമ്മൾ അസ്യൂം ചെയ്താൽ മതി. 95% നമുക്ക് തരും, 5% മാത്രമേ ഡാറ്റ മിസ്സിംഗ് വരാറുള്ളൂ. Determine the Rankine's safe load. PR-ന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ആയിട്ട് സിഗ്മ സി ഇൻറ്റു എ 1 പ്ലസ് ആൽഫ എൽ ബൈ ആർ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ സിഗ്മ സിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എയുടെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എത്രയാ? എ ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ ഹോളോ സിലിണ്ടർ. ഹോളോ സിലിണ്ടർ ഏരിയ എ ഇസ് ഈക്വൽ ടു പൈ ബൈ 4 ഇൻറ്റു ദി ഔട്ടർ സ്ക്വയർ മൈനസ് ദി ഇന്നർ സ്ക്വയർ. ഏരിയ കിട്ടും. സോ ഏരിയ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 പ്ലസ് ആൽഫ, ആൽഫയുടെ വാല്യൂ അറിയാം 1 by 1 to 600. എല്ലിന്റെ വാല്യൂ അറിയാം L by 2. L by 2 എന്ന് പറയുമ്പോൾ 2 മീറ്റർ ആയിട്ട് വരും. ആൻഡ് R is the radius of gyration. So R is given by radius of gyration. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു I is equal to AR square എന്നല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. അതേപോലെ R is equal to R square is equal to I by A എന്ന് എഴുതാൻ പറ്റും. or R is equal to root of I by A എന്ന് എഴുതും. അപ്പോൾ ഹോളോ സിലിണ്ടറിക്കൽ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പൈ ബൈ 64. I is equal to pi by 64 the outer raised to 4 minus the inner raised to 4. And A is equal to pi by 4 the outer square minus the inner square. അപ്പോൾ പൈയും പൈയും ക്യാൻസൽ ആയി പോയി. 64ഉം 4ഉം കഴിഞ്ഞിട്ട് ബാക്കി 16. ഇതെങ്ങനെ ക്യാൻസൽ ചെയ്യും? ദി ഔട്ടർ സ്ക്വയർ മൈനസ് ദി ഇന്നർ സ്ക്വയർ ചെയ്ത് നോക്കിയിട്ട് ഫൈനൽ ആൻസർ കൊണ്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഒരു ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ഒരു പെട്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റർ ഒന്നും ഉപയോഗിക്കാണ്ട് കോമ്പറ്റേറ്റീവ് എക്സാമുകൾ എഴുതേണ്ടി വരുമല്ലോ. അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്ക് ഇത് സോൾവ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ കേസിൽ ഇതിപ്പോൾ എ സ്ക്വയർ മൈനസ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന് എഴുതി. ഓക്കെ, അതേപോലെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ നമുക്ക് എ റേസ് ടു 4 മൈനസ് ബി റേസ് ടു 4 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതും ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി നമുക്ക് എഴുതാൻ പറ്റും ഡി ഒ സ്ക്വയർ പ്ലസ് ഡി ഐ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഇത് കോമ്പറ്റേറ്റീവ് എക്സാം നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കാത്ത എക്സാമിന് ഉപയോഗിക്കുമ്പോൾ മാത്രം എഴുതിയാൽ മതി. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നുള്ളൂ, കൂട്ടത്തിലൊന്ന് പറഞ്ഞു പോയെന്നുള്ളൂ. നമുക്ക് ആവശ്യമില്ലാതൊക്കെ അതിന്റെ ഓവർ റേറ്റ് ചെയ്ത് വന്നു. ഐ വിൽ ക്ലിയർ ദാറ്റ്. സോ സിഗ്മ സി നമ്മുടെ വാല്യൂസ് എല്ലാം വന്നു. ലെങ്ത് ബോത്ത് എൻഡ് ഫിക്സ്ഡ് ആയതുകൊണ്ട് നമ്മളത് L by 2 ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ബോത്ത് എൻഡ് ഫിക്സ്ഡിന്റെ കേസിൽ L by 2 എടുത്തു, 2000 ആയിട്ട് എടുത്തു. ആൻഡ് അടുത്ത കേസിൽ നമുക്ക് IR കാൽക്കുലേറ്റ് ചെയ്യണം, ദി ഔട്ടർ സ്ക്വയർ ഡി ഇന്നർ സ്ക്വയർ. അപ്പോൾ അവർ അതേപോലെ തന്നെ ചെയ്തേക്കണം, ഡി സ്ക്വയർ പ്ലസ് ഈ വാല്യൂ വെച്ചാണ് ചെയ്തേക്കണം. സോ അത് എവിടെ നിന്ന് വന്നു എന്നുള്ളത് മനസ്സിലായല്ലോ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബിനെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ അതേപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതാണ്. സോ അതിൽ നിന്ന് നമുക്ക് റേഡിയസ് ഓഫ് ഗൈറേഷൻ 62.5 mm എന്നുള്ള വാല്യൂ കിട്ടും. സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് Rankine's load as 419.0386 ന്യൂട്ടൺ. കിലോ ന്യൂട്ടണിൽ എഴുതുമ്പോൾ നമുക്ക് അതിനെ മെഗാ ന്യൂട്ടണിൽ എഴുതാം, 4.19 മെഗാ ന്യൂട്ടൺ എഴുതാം. സോ ദിസ് ഈസ് ദ ലോഡ് ദ സ്പെസിമെൻ ക്യാൻ വിസ്റ്റൻഡ്. അതിനുശേഷമാണ് നമുക്ക് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്നുള്ള ടേം വരുന്നത്. അപ്പോൾ മാക്സിമം അതിനിപ്പോൾ ഇത്രയും ലോഡ് വിസ്റ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൂടി അപ്ലൈ ചെയ്യും. എന്നിട്ട് ആ ലോഡിനെ നമ്മൾ കുറയ്ക്കും. അപ്പോൾ കിട്ടിയ ലോഡിനെ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് സേഫ് ലോഡ് കിട്ടും. ഇതിന് ആക്ച്വലി ഇത്ര ലോഡ് വിസ്റ്റൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ ഡിസൈൻ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് പല ഫാക്ടർ ഓഫ് സേഫ്റ്റി വരും. സ്റ്റാർട്ടിങ് ഫ്രം 2 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം.
പിന്നെ അത് 2, 3, 4, 5 വരെ 6 വരെയൊക്കെ കയറും. ഓക്കെ, ഇതിൽ തന്നിരിക്കുന്ന ഫാക്ടർ ഓഫ് സേഫ്റ്റി 6 ആണ്. അപ്പൊ നമുക്ക് കിട്ടിയ ലോഡിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അത്രയും ലോഡ് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ. 698.4 kN is the permissible applied load. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് റാങ്കൈൻസിന്റെ ഒരു 2-3 പ്രോബ്ലം കൂടി ഉണ്ട്. അതുകൂടി കഴിഞ്ഞ് കോളംസിന്റെ സെക്ഷൻ കഴിഞ്ഞു. ഒരു ഡെറിവേഷൻ 2 സെറ്റ് പ്രോബ്ലംസ്, അത്രയുള്ള കോളംസ്. 2 ഡെറിവേഷൻ 2 സെറ്റ് പ്രോബ്ലംസ്. നാളത്തോട് കൂടിയിട്ട് കോളംസ് ഞാൻ തീർക്കും. നാളെ ഇതുപോലെ 5 മണിക്ക് തന്നെ ആയിരിക്കും ക്ലാസ്. മോർണിംഗ് എനിക്കൊരു സെമിനാർ ഉണ്ട്, അതുകൊണ്ടാണ്. ഒന്ന് നമുക്ക് നിർത്താം, ഇത്രയൊക്കെ നിൽക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എടുക്കുന്നില്ല.